എന്താ സതീശ മോത്ര നിരാശ? എഴുതിയ ലാസ്റ്റ് ഗ്രേഡ് കിട്ടിയില്ലേ? ഒന്നും പറയണ ജീവിതാകെ കട്ടപ്പോകയാണ്. ശരിയാടോ, തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെന്താ നേടിയത്? പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് നമ്മളല്ലേനോ. അതിൽ BEd കഴിഞ്ഞവരുണ്ട്, MCO കഴിഞ്ഞവരുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് എന്ത് കാര്യം? സർട്ടിഫിക്കറ്റ് എന്താ പുഴുങ്ങി തിന്നണം. ശരിയാടോ ഇനി പറഞ്ഞത്. നമ്മളെ പ്രായക്കാരൊക്കെ കല്യാണം കഴിച്ച് വീടും വെച്ച് കല്യാണം കഴിക്കാനായ കുട്ടികളുണ്ടായി. നമ്മളിപ്പം ജോലിയും തേടി നടക്കുക. ഞാനടിക്ക് ആലോചിച്ച് നോക്കൂ, അമ്മ ഗൾഫിലങ്ങ് പോയാൽ മേടിച്ചിരിക്കില്ലേ? നമ്മൾ ഈ BEd ഒക്കെ ആയിട്ട് കളിച്ച് എന്തൊരു ആവശ്യമായിരിക്കും. മലപ്പൊടിക്കാരന്റെ സ്വപ്നം നല്ലതാ. ആധാരം നമ്മളെ മായിന്റെ ചോട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് നേരക്കുന്നുണ്ടല്ലോ. എന്തോന്ന് പോയോ? ആഴ്ച ഈ മായിന്റെ മുകളിൽ ആര് കാര്യാലും നമ്മൾ വന്നു. കാരണം എന്താന്നറിയോ നിങ്ങൾക്ക്? ഞമ്മക്ക് 2 കുട്ടികളാ, സൊക്കൂറും ആയിഷയും. മൂന്നാമത്തെ കുഞ്ഞനായി ഈ മാവ്. ഇതിനോട് ഞമ്മക്ക് അത്ര ഇഷ്ടാ മോനെ. സതീശ, ഇങ്ങന്റെ ഒക്കെ ആളില്ലേ? ഇനി ഇങ്ങോട്ടിറങ്ങി വാ, ഇങ്ങോട്ടിറങ്ങ. ഈറ്റുകളൊക്കെ അവിടെ കാക്കുന്നു. മക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാം. പഠിക്കാൻ പോയ കാലത്ത് മാവിനറിയാൻ പോയാൽ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി. പഠിച്ചു വന്ന് നിങ്ങൾ അതിന്റെ പോലെ തന്നെ ആയി പോവുക. കുഞ്ഞാരിക്ക, പഠിക്കാൻ ഞാൻ ഒരുപാട് പഠിച്ചതാ. അതിന്റെ സർട്ടിഫിക്കറ്റും വീട്ടിലുണ്ട്. പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരുപാട് കാലത്തെ അനുഭവം കൊണ്ട് പറയാൻ നമ്മൾ സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങള് ഉപയോഗപ്പെടുത്താൻ പഠിക്കണം. അങ്ങനെ തോൽക്കേ ജീവിതത്തിൽ ഭാഗ്യവും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും, ജോലിയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവര് ഇങ്ങനത്തെ മാവിന്റെ ഉള്ളിൽ കല്ലെറിഞ്ഞ് നടക്കേണ്ടി വരും. അയാൾ പോയോ? മാങ്ങ പറിക്കുന്നത് അയാള് കാണുകയും ചെയ്തു. എന്താ ചെയ്യ? നമ്മളെ ഈ ആചാരപ്രകാരം അത്ര സത്യമല്ലേ? നമ്മളെ ഈ സർട്ടിഫിക്കറ്റ് കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടൊരു കാര്യം ഉണ്ടായി. ഇത്ര വർഷം നമുക്ക് പോയി. കണ്ടല്ലോ പരിചയപ്പെടാ. ഏയ് വാ 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 വാ. അത് ശരി. എന്നാ ഗൾഫിൽ വന്ന് എപ്പോ വന്നാ? കുറച്ച് ദിവസമായി. റഷീദല്ലേ? നിങ്ങൾ ജബ്ബാറാടാ. നല്ല വന്നിട്ട് പറയാ. കുറച്ച് ദിവസമായി വന്നിട്ട്. ഗൾഫിൽ ഒരു കമ്പനിയിലാ, ബിസിനസ് ഒക്കെ ആയിട്ട് പോവാണ്. നാട്ടിലിപ്പോ ഒരു സ്കൂൾ നോക്കുന്നുണ്ട്. സ്വന്തം എടുക്കുക. എന്നിട്ട് എന്റെ വണ്ടി ഉണ്ട് വർക്ക്ഷോപ്പിൽ. മോനും വൈഫും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ. ശരി, റഷീദ കാണട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ മോൻ ചങ്ങായി എന്തെങ്കിലും സംഗതി പഠിക്കാനോ? ഒന്നും പഠിക്കലായിരുന്നു. ലാസ്റ്റ് ബെഞ്ചിൽ നമ്മൾ കൊറേ പഠിക്കുകയും ചെയ്ത് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ രാത്രി ടീച്ചറോട് ആദ്യം ഞാൻ പറഞ്ഞു എന്നെ ലാസ്റ്റ് ബെഞ്ചിൽ എത്തിച്ചാന്ന്. അങ്ങനെ വെച്ചാൽ ഗൾഫിൽ എത്തിക്കണ്ടായി. എന്താക്കാനാ? നമുക്ക് എന്തുണ്ട് ഒരു പരിപാടി എന്തുണ്ട് തുടങ്ങി. അല്ലാണ്ട് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര കാലമായി നമ്മൾ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നത്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ്. അപ്പൊ എന്റെ ഐഡിയയിൽ എന്തെങ്കിലും, അതായത് പെട്ടെന്ന് പണക്കാരനാകാൻ പറ്റിയ എന്റെ ഐഡിയ തോന്നുന്നുണ്ടോ? പറ്റിയ സാധനമുണ്ട്. എന്താണ്? അതായത് അന്ധവിശ്വാസം കൂടുതലല്ലേ? വല്ലാത്തൊരു ഇതാണ്. അപ്പൊ നമുക്കൊരു ഏലസ് നമ്മളെന്താ ചെയ്യേണ്ടി? ഏലസ് എന്താക്കുക, ചരടിന്റെ മുകളിലാക്കിയിട്ട് വിപണിയിലേക്ക് ഇറക്കുക. നമ്മളിത് ജപിച്ചെല്ലാം കൂടി ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാ പോരെ. PS ചെയ്ത ചങ്ങായിക്ക് കൈമ കിട്ടിയ സാധനം റെഡിയാക്കി ഒരു ജോലിയും കിട്ടി. എന്നാ പിന്നെ നമ്മള് പബ്ലിസിറ്റി ആയി നമുക്ക്. പിന്നെ ആൾക്കാരൊക്കെ നമ്മളെ വന്നു സോഷ്യൽ മീഡിയ കൂടി നമുക്ക് അലക്കി വിടാം. അത് പറ്റിയാലും വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓന്റെ, കാരണം ഒരാൾ രക്ഷപ്പെട്ടാൽ മതിയല്ലോ, ബാക്കി എല്ലാവരും നമ്മളെ തേടി വരികയല്ലേ. വരാണ്ടോ? എന്നാ അത് നമുക്ക് ഓക്കെ ആക്കാം. അപ്പൊ നമുക്ക് അടുത്ത ബിസിനസ് ആക്കാം. അതാ കേലസ് ബിസിനസ്. ബിസിനസ് അങ്ങനെ